ഹലോ, ഇന്ന് ഞാനേ ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഗോതമ്പ് പൊടി ഉപയോഗിച്ചുള്ള കേക്ക്. ഞാൻ എന്താ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ആകട്ടോ ഞാനിപ്പോൾ ഉടയ്ക്കുന്നത്. ബട്ടർ ഒന്ന് ശരിക്ക് ഉടച്ചെടുക്കട്ടെ. അതിനകത്തേക്ക് ഇത് ഞാൻ ഒരു 3/4 ഗ്ലാസ് പാലൊഴിച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. ഇത് മുട്ട ചേർക്കാതെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ബട്ടറിനകത്തേക്ക് ഞാൻ ഒരു 3/4 ഗ്ലാസ് പാല് ചേർത്തു. എന്നിട്ടത് നന്നായി ഒന്ന് മിക്സ് ചെയ്തു. ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. മൈദപ്പൊടി ഇല്ലാതെ എല്ലാ മൈദപ്പൊടിയൊക്കെ ഓരോരുത്തർ ഇത് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കാരണം ഞാൻ ഗോതമ്പ് പൊടി കൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. ഗോതമ്പ് പൊടി കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കാൻ പോവുക. അതേപോലെ തന്നെ മുട്ട ചേർക്കുന്നില്ല, ബട്ടറാണ് ഞാൻ ചേർത്തത്. ബട്ടർ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇത് നമുക്ക് വേറെ വെള്ളം കുറച്ചെടുക്കണം. ശർക്കര ചേർക്കുന്ന കാരണം ഇത് നമുക്ക് കുറച്ചൊന്ന് കുഴച്ചെടുക്കണം. അത് ഇതായിട്ട് വെച്ച് കുഴച്ചെടുക്കണം. പതുക്കെ വെച്ചിട്ട് ഞാനൊരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടാട്ടോ കുഴയ്ക്കുന്നത്. കുഴച്ചെടുത്ത് ഇങ്ങനെ ആകാൻ പറ്റത്തുള്ളൂ. സാധാരണ ബാറ്ററായി വരും നമുക്ക്. അതിന് വരണമെങ്കിൽ നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഇത്രയും ടൈറ്റായിട്ട് കുഴച്ചെടുത്തെങ്കിൽ മാത്രമേ ശർക്കര ചെന്ന് കഴിയുമ്പോൾ അത് ലൂസാകും. ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണാണേ. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് ഞാൻ എന്നിട്ട് അതൊന്നും കൂടി അടിച്ചെടുക്കുകയാണ്. ബട്ടർ ചേർത്തു, പാല് ചേർത്തു, ഗോതമ്പ് പൊടി ചേർത്തു, ബേക്കിംഗ് പൗഡർ ചേർത്തു. ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ. അത് നല്ലോണം മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ 3/4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത്. മുട്ട ചേർക്കാത്തതല്ലേ, അതുകൊണ്ട് ബട്ടർ ഞാനൊന്ന് ചെറുതായിട്ട് മെൽറ്റാക്കിയിട്ടാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ബട്ടർ കട്ടയായിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ, അതിന് ഞാൻ ഒരു ചെറുതായിട്ടൊന്ന് മെൽറ്റാക്കിയതിന് ശേഷമാണ് ബട്ടർ ചേർത്തിരിക്കുന്നത്. ശർക്കര ചേർക്കുകയാണ്. ഈ ശർക്കര ചേർക്കുമ്പോൾ ബാറ്റർ ലൂസായി വന്നോളും. ആ ബാറ്റർ അങ്ങ് ലൂസാകും. അല്ലെങ്കിൽ ബാറ്റർ ഇങ്ങനെ ടൈറ്റായിരിക്കും. അതുകൊണ്ടാണ് വെള്ളം കുറച്ച് അത് ഞാൻ ചേർത്തത്. ഒന്ന് ഇളക്കിയിട്ട് അതാണ്ടോ. ഇനി ഇതിപ്പോൾ അയഞ്ഞ് വരും. ശർക്കര ഉരുകുന്നതിനനുസരിച്ച് അത് അയഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഇനി നമ്മൾ ഇതിനകത്ത് വേറൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്, അത് കാണിച്ചു തരാം. കാരണം നമ്മൾ മുട്ട ചേർക്കാത്തത് കൊണ്ട് അന്നേരം നമ്മൾ നന്നായിട്ട് ഇത് ഇളകി ഉണ്ടോ. ഇപ്പോൾ അതങ്ങ് ലൂസായി തുടങ്ങി. അത് ആ ശർക്കര ഇട്ടതിൻ്റെ പേരിലാണ്. ശർക്കര ഉരുകുന്നതിനനുസരിച്ച് അത് ലൂസായിക്കൊണ്ടിരിക്കും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഉണ്ടാക്കി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണം. എന്താണെന്നറിയോ, മുട്ട ചേർക്കാത്ത കേക്ക് ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുട്ട ചേർക്കാത്തൊരു കേക്ക് ഉണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ചെയ്ത് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പം നല്ല ബാറ്റർ നന്നായി മിക്സായിട്ട് വേണ്ട നല്ലോണം കോരി ഒഴിക്കുന്ന പോലെ തന്നെ. അത് ആ ശർക്കര ഉരുകുന്നതിനനുസരിച്ചാണ്. ശർക്കര നമ്മൾ അതിനകത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതങ്ങനെ ആകുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് പൊന്തണമല്ലോ. മറ്റുള്ള നമ്മളൊന്നും ചേർത്തിട്ടില്ലല്ലോ. ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. എന്നാലും നമുക്ക് മുട്ട ചേർക്കുന്ന അത്രയും ഒരു ഇത് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുക. അതുകൊണ്ടോ ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം അത് ചേർത്ത് കാണിച്ചു തരാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അതാണ് നമ്മൾ ഇത് ചെല്ലുമ്പോൾ ബേക്കിംഗ് പൗഡറിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൈരാണ്. തൈര് ചേർക്കുമ്പോൾ ഈ ബേക്കിംഗ് പൗഡറിനകത്ത് ഈ തൈരും ബേക്കിംഗ് പൗഡറും കൂടെ ആകുമ്പോൾ നല്ലോണം ഒരു
ഇത് ഇത് നടക്കും, ഇതിനൊരു പ്രവർത്തനം നടക്കും. അന്നേരം അതിങ്ങനെ പൊങ്ങാൻ തുടങ്ങും പെട്ടെന്ന്. അതിന് വേണ്ടിയിട്ടാണ് കണ്ടോളുക. കണ്ടോ തൈര്, ഞാൻ നല്ല കട്ട തൈരാക്കി വെച്ചിട്ടുണ്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കാരണം നമ്മൾ 2 മുട്ടയാണ് ഇത്ര ഇതിന് ചേർക്കേണ്ടത്. ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര്, കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തൈരാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ ഈ തൈരും ബേക്കിംഗ് പൗഡറും കൂടെ ഒരു പ്രവർത്തനം നടക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പതയ്ക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ ഒഴിക്കുന്നത്. കണ്ടോ, അത് പൊന്തി വരാൻ തുടങ്ങി. ആ തൈരും ബേക്കിംഗ് പൗഡറും കൂടെ ചേർന്നപ്പോഴാണ് അത് കണ്ട പൊന്തി വരുന്നത്. പാത്രം നിറഞ്ഞ് വരാൻ തുടങ്ങി. അതുകൊണ്ട് നന്നായി അതങ്ങനെ പൊന്തി വന്നോളൂ. മുട്ടയൊന്നും ചേർക്കണ്ട. ഞാൻ ശകലം വാനില എസൻസും ചേർക്കാം. ഇതിനകത്ത് ഏലക്കാപ്പൊടി ചേർത്താലും മതി കേട്ടോ. കുറച്ച് ചേർക്കുന്നുള്ളൂ, കുറച്ച് വാനില എസൻസ് ചേർത്താൽ മതി. ഇപ്പം തന്നെ അത് പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്, നന്നായി പൊന്തി വരുന്നുണ്ട്. അപ്പം മുട്ട ചേർക്കാതെയും നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ആദ്യം ഞാൻ ആ ബട്ടറൊന്ന് മെൽറ്റാക്കിയെടുത്തതിന് ശേഷമാണ് അതിനകത്തേക്ക് പാല് ചേർത്തടിച്ചു. അതിനകത്തേക്കാണ് ഗോതമ്പൊടി ഇങ്ങനെ സാധനങ്ങളൊക്കെ ചേർത്തേക്കുന്നത്. ഞാൻ ആ പാത്രം ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്യുന്നത്. ഓവനയിലൊന്നും അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഞാനൊരു റിങ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേക്ക് ഉണ്ടാക്കിയപ്പോൾ കാണിച്ചായിരുന്നു ബട്ടർ പേപ്പർ പാത്രത്തിൻ്റെ അടിയിൽ വെക്കുന്നത്. അത് കാരണം ഞാൻ ഇപ്രാവശ്യം അത് കാണിക്കുന്നില്ല. എപ്പോഴും കാണിച്ച് നിങ്ങൾക്ക് ഒരുപാട് സമയം കളയണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ അങ്ങ് ചെയ്തു വെക്കുന്നത്. അതവിടെ വെച്ച് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഞാനൊരു പാത്രത്തിൽ ബട്ടർ പേപ്പർ തേച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അത് ഒഴിക്കാം. ഒട്ടും കരിയൊന്നും ചെയ്യത്തില്ല. നല്ല കേക്കായിരിക്കും. അതിൻ്റെ പുറം നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഒരു പാത്രത്തിലേക്ക് ആ പാത്രത്തിലേക്ക് ഞാനത് ഒഴിക്കുകയാണ്. ഞാനത് അതിനകത്തേക്ക് വെച്ചിട്ട് ഞാൻ പിന്നെ ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കങ്ങനെ വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് തൊട്ട് നോക്കാമായിരുന്നു. ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ആ ബാറ്റർ നമ്മൾ ബട്ടർ പേപ്പർ ആക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഒഴിക്കട്ടെ. അതിങ്ങനെ പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തൈരും ഇതും കൂടെ ചേർന്നതിൻ്റെയാണ്, ബേക്കിംഗ് പൗഡറും കൂടെ ചേർന്നതിൻ്റെയാണ്. പാത്രത്തിൽ ഞാൻ ബട്ടർ പേപ്പർ തേച്ച് വെച്ചേക്കുന്നത്. ഒഴിക്കട്ടെ. നല്ല ടേസ്റ്റും കേട്ടോ. ശർക്കരയാണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന മാതിരി അത് ഉണ്ട ശർക്കരയാണ് ഞാൻ ചിരണ്ടി ചേർക്കിയത്. അതായത് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പാണ് കേട്ടോ ശർക്കര എടുത്തിരിക്കുന്നത്. അതേപോലെ 3/4 ഗ്ലാസ് പാല്, 1/4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അതുപോലെ ബട്ടർ 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട് ഞാൻ. അതൊന്ന് മെൽറ്റാക്കിയതിന് ശേഷമാണ് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഞാനത് മിക്സ് ചെയ്തത്. അതുപോലെ തന്നെ വേറെ എണ്ണയോ ഓയിലോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, ഒരു സാധനവും ചേർത്തിട്ടില്ല. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കേക്കാണ്. ഒരുപാട് ചിലവുമില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ചേർക്കാം. എല്ലാ സാധനവും ചേർക്കാം. ബദാമൊക്കെ മുകളിലിടാം. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇടണമെങ്കിൽ അതിടാം. പക്ഷെ അതൊക്കെ ഇടാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഒരു കേക്ക്. കാരണം 4 മണിക്കൊരു കണ്ടതാ ഒടിച്ച് വെച്ചു. അത് പൊന്താൻ തുടങ്ങിയിട്ടുണ്ട്.
ഒഴിച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് പൊന്തി വരും. പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ, എങ്ങും പിടിച്ചിട്ടില്ല കണ്ടോ. ഞാനിത് 30 മിനിറ്റ് ആട്ടോ ഇത് ബേക്ക് ചെയ്തത്, 30 മിനിറ്റ്. അപ്പോൾ ഈ കേക്ക് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമുക്ക് 4 മണിക്കത്തേക്ക് ഒരു പലഹാരത്തിനൊക്കെ ഉണ്ടല്ലോ, എളുപ്പമാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. അതിൻ്റെ പുറം ഞാൻ നല്ലപോലെ കാണിച്ചു തരാം. അത് ഞാൻ അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് എടുത്ത് വെച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനിതൊന്ന് മാറ്റട്ടെ, ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം. എനിക്ക് സൗകര്യം കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ കാണിക്കുന്നത്. ഇത് എളുപ്പമുള്ളൊരു കേക്കാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം. നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി വീട്ടിലുണ്ടായാൽ മാത്രം മതി. ഗോതമ്പ് പൊടി, ബാക്കിയുള്ള സാധനങ്ങൾ, ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണ്. ഇതിലേക്ക് ഇപ്പോൾ ഒരു സാധനങ്ങളും നമുക്ക് എക്സ്ട്രാ വാങ്ങി ഉണ്ടാക്കേണ്ട ഇതില്ല. അതേപോലെ എന്നത് അങ്ങോട്ട് എടുത്ത് വെച്ച് കൈ പൊള്ളുന്നുണ്ട്. അത് ഞാൻ അതിൻ്റെ ഇതെടുക്കാൻ നോക്കുമ്പോൾ കൈ നല്ല ചൂട്, എടുക്കാൻ പറ്റുന്നില്ല എനിക്ക്, കൈ പൊള്ളുന്നു ചൂടോടെ ആയതുകൊണ്ട്. ഞാനതൊന്ന് പതുക്കെ എടുക്കാൻ നോക്കട്ടെ. കൈ പൊള്ളുന്നുണ്ട് അതിൽ ചെന്ന് പിടിക്കുമ്പോൾ. ഞാനിപ്പോൾ മാറ്റി വെച്ച് അത് എടുത്ത് ഒന്ന് വലിച്ച് പൊക്കിയതാണ്. നല്ല ചൂടാ കണ്ടോ, കരിഞ്ഞിട്ടൊന്നുമില്ല, ഒരു കുഴപ്പമില്ല അതിന് കണ്ടാതിരിക്കുന്നത്. നമ്മൾ ആ ബാറ്റർ എങ്ങനെ ഇരുന്നോ കണ്ട, എന്ത് സ്മൂത്താന്ന് അറിയാം, വളരെ സോഫ്റ്റായിട്ട് കണ്ട, വളരെ സോഫ്റ്റാണ്. നമ്മൾ മൈദപ്പൊടിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും സോഫ്റ്റാണ്. ഞാൻ ചൂടോട് തന്നെ ഇത് മുറിച്ചും കാണിച്ചു തരാം. വളരെ സോഫ്റ്റായൊരു കേക്ക് കണ്ടോ, കണ്ടോ, നല്ല ഇതാണ്, എന്താ നല്ലൊരു കേക്കാണിത്. ഇതാണ് ഇന്നത്തെ കേക്ക്. അപ്പം നിങ്ങളെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നന്ദി, നമസ്കാരം. ഞാൻ നിർത്തുന്നു.